ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ വൈഗാനിധി വ്ളോഗ്സ്. ഇന്ന് കർക്കിടക സംക്രാന്തിയാണല്ലോ. മുക്കുറ്റിച്ചാന്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമാണ് കർക്കിടക സംക്രാന്തി അല്ലേ. അപ്പോൾ കർക്കിടക ടൈമിൽ മുക്കുറ്റിച്ചാന്ത് ഒരുവിധം എല്ലാവരും തൊടും. ഞാനാണെങ്കിൽ നല്ല പെരുമഴയായിരുന്നു കേട്ടോ ഒന്ന് രാവിലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുക്കുറ്റി പറിക്കാനായിട്ട് കുടയൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി തയ്യാറായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ആച്ചിയാണെങ്കിൽ നല്ല ഉറക്കമാണ്, മഴയൊക്കെ അല്ലേ, അവൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ റോട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി. ഗൈസ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ ചായക്കടയത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഗോപി വലിച്ചനാട് ഉമ്മറക്കാൻ ഇരിക്കുന്നത്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കൊരു മുക്കുറ്റിയാണ് വേണ്ടത് ഗൈസ്. ഞങ്ങളുടെ മുൻപിലുള്ള റോട്ടിലുള്ള പുല്ലാണ് കേട്ടോ. അത് അതിൽ കൂടെ വെള്ളമൊക്കെ പോകും. കുറച്ച് വെള്ളം പോകുന്നുണ്ട്, ശരിയേറെ വെള്ളം പോകാറുണ്ട് കേട്ടോ. ഇവിടെ കാണിച്ചത് നിറച്ച് ഫുള്ളായിട്ടുള്ള വെള്ളം ഇതിൽ കൂടെ പോകും. അങ്ങനെ അപ്പോൾ നമ്മൾ മുക്കുറ്റി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇതാ നടന്ന് നമ്മൾ മുക്കുറ്റി തപ്പുകയാണ്. അങ്ങനെ നമ്മൾ മുക്കുറ്റി കണ്ടെത്തി. പഴയ പോലെയല്ല, ഇവിടെ ഫുൾ മുക്കുറ്റി ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, വളരെ കുറച്ച് മുക്കുറ്റിയൊക്കെ ഉള്ളൂ കേട്ടോ. അതാ മുക്കുറ്റി കാണുന്നില്ലേ, ഇതാണ് മുക്കുറ്റി കേട്ടോ. ഇത് മുക്കുറ്റിയാണ് നമ്മൾ പറിക്കാൻ പോകുന്നത്. നല്ല മുക്കുറ്റി ചെടിയാണ്. ഇവിടെ 2-3 കുട്ടി മുക്കുറ്റിയും അങ്ങനെ മുക്കുറ്റിയും കൂടി നിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു മുക്കുറ്റി നമ്മൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് തൽക്കാലത്തിന് ഇപ്പോൾ ഇതിൻ്റെ ഇലയാണല്ലോ ആവശ്യം, ഇത് ചള്ളാണ്. അതുകൊണ്ട് നമ്മൾ ഇതാണ് പറിക്കുന്നത് കേട്ടോ. ഈ മുക്കുറ്റിയാണ് നമ്മൾ പറിച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ പറിച്ചെടുത്തു. അടിവേരോടെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇലയാണ് നമ്മളിനി ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇല ചാറാക്കിയിട്ട് നമ്മൾ നെറ്റത്ത് തേക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ മുക്കുറ്റിയൊക്കെ പറിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ചാരു അവിടെ നിധിക്കുട്ടിയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവളെ കുളിപ്പിച്ച് ഞാൻ കടത്തിയിട്ടുണ്ടായിരുന്നു. 2 പേരും തല നനച്ചിട്ടില്ല കേട്ടോ, മേൽ കഴുകിയിട്ടുള്ളൂ. അവർക്ക് വയ്യ, അതുകൊണ്ടാണ് അവരിങ്ങനെ ഇരിക്കണത്. ചാരുവാണെങ്കിൽ നിധിക്കുട്ടിയെ പൊക്കിയെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതിനിടയിൽ നിധിക്കുട്ടി താഴത്തേക്ക് വീണ് കയ്യും കാലൊക്കെ മുകളിലേക്ക് ആക്കി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാരു കുറേ അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു. അപ്പോൾ നിധിക്കുട്ടിയെ ചിരി വരുന്നുണ്ട് കേട്ടോ. അവൾ ചിരിക്കുന്നുണ്ട് ചാരുവിൻ്റെ അടുത്ത്. അങ്ങനെ ചാരു ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ കൈകൊണ്ട് ഞാനുണ്ടാക്കിയ പച്ചിലച്ചാറ് കൊണ്ട് ഞാൻ ചാരുവിനും അതുപോലെ തന്നെ നിധിക്കുട്ടിക്കും പൊട്ടുകൊട്ട് കൊടുത്തു കേട്ടോ. കർക്കിടക ചാന്ത് എന്നറിയപ്പെടുന്ന ഒരു ചാന്താണ് കേട്ടോ അത്. ഇതാട്ടോ നമ്മുടെ ചെറുത് കുളിയൊക്കെ കഴിച്ച പച്ചക്കുരിയൊക്കെ വരച്ച് സുന്ദരിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതെ, സൈഡിലായിപ്പോയി. ഇനി ഇതാ നമ്മുടെ ചാരു കുരിയൊക്കെ വരച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാ ചാരു കുരിയൊക്കെ വരച്ചിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുകയാണ്. പച്ചക്കുരിയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. ചാമുട്ടനും ഇതാ കേട്ടോ പച്ചക്കുരിയൊക്കെ വരച്ചിട്ടുണ്ട്. ഇതാ 2 പേരും കളിക്കാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുന്നു കേട്ടോ. സമയം അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുന്നു. ഇന്ന് ഭക്ഷണത്തിന് ഉണ്ടായിരുന്നത് ഇഡ്ഡലി, ചട്നി, സാമ്പാർ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പം അമ്മ അതൊക്കെ വിളമ്പി തന്നു. ചാരുവാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് പുറത്തിരുന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. അച്ഛൻ്റെ കണ്ടിൽ ആവി വറക്കണ്, അത്ര ചൂടുണ്ടായിരുന്നു. ചാരുവിൻ്റെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അവർ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ബിനീഷ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാഴയില ഊണ് കഴിക്കാനും തോന്നിയിട്ടാ. അപ്പോൾ വാഴയില മുറിക്കാൻ വേണ്ടി പോയപ്പോൾ വെള്ളം പോവുകയാണ്. മഴ പെയ്ത സ്ഥലത്ത് കൂടെ വെള്ളം അങ്ങനെ പാഞ്ഞു പോകണത് ഞങ്ങൾ കണ്ടു. കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി. അപ്പോൾ നമ്മുടെ വീടില്ലേ, അവിടെ പുതിയ വീട്, അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് പോയത്. ചാരും ഞാനും ബിനീഷും കൂടിയിട്ടാണ് പോയത്. ഞങ്ങൾ പോകുന്ന ടൈമിൽ വെറുതെ കിണറിൽ വെള്ളം കയറിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയി. കിണറിന് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തെളി വെള്ളം നന്നായിട്ട് ഉയർന്നിട്ടുണ്ട് കേട്ടോ കിണറിന്. ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു. ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയുക, ഇലകളുടെ നിഴലൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. തെളി വെള്ളത്തിൽ ഇങ്ങനെ ഓരോ നിഴലൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അതിൽ മഴത്തുള്ളി വീഴുമ്പോൾ ഒപ്പം അതിങ്ങനെ ഒരു ഇളക്കം തട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കി കുറച്ച് നേരം ഞങ്ങളൊന്ന് നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാഴയുടെ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ മെയിനായിട്ട് അങ്ങനെയാണ് പോയത്. ഇലയൊക്കെ മുറിച്ച് സെറ്റായി. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അതെ, ഹോൾഡ് ചെയ്യുന്ന ആളെല്ലാം കയ്യിലില്ലാണ്ട് മടങ്ങി പോവുകയാണ്. ബിനീഷ് ഫ്രണ്ടിൽ കത്തിയൊക്കെ കറക്കി മടങ്ങി പോകുന്നുണ്ട്. ഇവിടെ വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ, സൂക്ഷിച്ച് നടന്നോ. വഴുക്കലുണ്ട്, ഞാൻ ഇപ്പോൾ വഴുക്കി വീഴേണ്ടതാ. അപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. നടങ്ങി പോട്ടെ കേട്ടോ. ബൈ വീടേ, ഞങ്ങളിനി പിന്നെ വരണ്ട് കേട്ടോ.
അതെ, ഈ പൂക്കളില്ലേ, ഈ കാണുന്ന പൂക്കള്, ഇത് പണ്ട് ക്യൂടെക്സ് ആണ്, മറ്റേ നഖത്തിന് മുകളിൽ ഒട്ടിച്ചു വെക്കായിരുന്നു അല്ലേ? നിങ്ങളൊക്കെ കളിക്കുമായിരുന്നു. പൂവോ? ഒരു പൂ പൊട്ടിച്ചെടുത്ത ബിനീഷ് ചാരുവിന് വേണം മറ്റൊരു പൂവൊക്കെ പൊട്ടിച്ചു കൊടുത്തു കേട്ടോ. കയ്യിന് മുകളിൽ ക്യൂടെക്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്രേ. പിടിച്ചോ പിടിച്ചോ. അതെ, ചാമുട്ട പൂവൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ തെരഞ്ഞിട്ട് അപ്പോഴേക്കും അച്ഛനും നിധിക്കുട്ടിയും കൂടിയിട്ട് അങ്ങോട്ട് വരാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഗൈസ്. ഒരു റോട്ടിൽ വന്ന് നിൽക്കുകയാണേ. ഹലോ ഗൈസ്, അപ്പോൾ ചിക്കൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇന്ന് സംക്രാന്തി അല്ലേ, ഒരുവിധം വീട്ടുകളിലൊക്കെ ചിക്കൻ വാങ്ങും കേട്ടോ, സംക്രാന്തി ദിവസം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എങ്ങനെയുണ്ട്, എല്ലായിടത്തും ഉണ്ടോ എനിക്കറിയില്ല, ഞങ്ങളിവിടെ തൃശ്ശൂർ ജില്ലയിൽ ചിക്കനൊക്കെ വാങ്ങി വെക്കും കേട്ടോ. അപ്പോൾ അതാ അമ്മ ഒക്കെ വൃത്തിയാക്കിയിട്ട് അതിലത്തെ നല്ലതൊക്കെ പെറുക്കി മാറ്റി, ഇങ്ങനെ അതിന് മുകളിൽ അഴുക്കൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അങ്ങനെയൊക്കെ വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ പീസാക്കിയിട്ടാണ് അമ്മ ഉള്ളത്. വേറൊരു പാത്രത്തിലേക്ക് അമ്മ അങ്ങനെ ചട്ടിയിലേക്ക് എടുത്ത് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നേരെയാക്കി വൃത്തിയാക്കി ക്ലീൻ ആക്കുകയാണ് അമ്മ. നിങ്ങൾക്ക് ബാക്കി വീഡിയോസ് കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛനാണ് കേട്ടോ ചിക്കനിലേക്കുള്ള ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് തന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ അച്ഛൻ ക്ലിയറാക്കി വെച്ചു. തൂഷനിലാ മുറിച്ച് വെച്ച് തുമ്പപ്പൂച്ചോറ് വിളമ്പി. അതെ ഗൈസ്, തൂഷനിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അമ്മ അതിൽ തുമ്പപ്പൂ കടലുള്ള ചോറ് ഇങ്ങനെ വിളമ്പുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. ആ ചോറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ആവി പാറുന്നുണ്ട്. ആവി പാറുന്ന ചോറ് എലിയിലേക്ക് വിളമ്പി അതിൽ സാമ്പാറും അരിനെല്ലിക്കയും നാരങ്ങയും കുറച്ചുകൂടി സാമ്പാറൊക്കെ ഒഴിച്ച് അമ്മ അത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ സാധനങ്ങളും അമ്മ വീണ്ടും ആവശ്യത്തിനുള്ളതൊക്കെ ഇട്ട് എനിക്ക് തരുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഇട്ടു കേട്ടോ. അങ്ങനെ അമ്മ ഫുഡിൻ്റെ ഭംഗി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാം വിളമ്പി വെച്ചത് കാണുമ്പോൾ ഒരു പ്രത്യേക ചന്തമുണ്ട്. പിന്നെ ചിക്കൻ കറി കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കൻ കറി മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് മുമ്പ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ചിക്കൻ കറി മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. അപ്പോൾ ഞാനതൊക്കെ കൂട്ടി കുറച്ച് ചോറൊന്ന് കുഴച്ച് കഴിക്കാനായിട്ട് കുറച്ച് സാമ്പാറും കുറച്ച് ചിക്കൻ്റെ കറിയും ഒക്കെ കൂടിയിട്ടൊന്ന് ചേർത്തിട്ട് ഒന്ന് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി അമർത്തി പേഴ്സണലൈസ്ഡ് ആക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. Bye.